അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന 10 അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ്. തഹജ്ജുദ് നിസ്കാരം ചില്ലറ നിസ്കാരമൊന്നുമല്ല. അത് പതിവാക്കിയ ആളുകൾ സാധാരണക്കാരുമല്ല, അസാധാരണമായ ഈമാനുള്ള ആളുകളാണ്. അവർക്ക് ലഭിക്കുന്ന 10 അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് റബ്ബിനോട് സംവദിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയവർ. അവർ സാധാരണക്കാരാണെന്ന് പറയാൻ കഴിയൂല. പല ആളുകൾക്കും എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കാൻ പറ്റും. ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കാൻ പറ്റും. എന്നാൽ ഇത് പതിവാക്കിയ ആളുകളുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും ഫർദ് നിസ്കാരം പോലെ എല്ലാ ദിവസവും എത്ര ഉറക്കം ഒഴിവാക്കേണ്ടി വന്നാലും, എത്ര വലിയ ക്ഷീണമുണ്ടെങ്കിലും, എത്ര വലിയ രോഗമുണ്ടെങ്കിലും പാതിരാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെക്കാൾ സൗഭാഗ്യമുള്ള മറ്റൊരാളുകളുമില്ല. അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? അങ്ങനെയുള്ള തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന 10 അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിത്യമാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം നൂറും ഫിൽ ഖൽബി വൽ വജ്ഹി. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ഹൃദയത്തിലും അവരുടെ മുഖത്തുമുണ്ടാകുന്ന ഈമാനിയായ പ്രകാശമാണ്. തഹജ്ജുദിൻ്റെ പ്രകാശമാണ്. അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ, അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് വല്ലാത്തൊരു സമാധാനം ലഭിക്കും. കാരണം അവരുടെ ചുറ്റുഭാഗത്തും ഈമാനിൻ്റെ പ്രകാശമുണ്ടാകും, വലിയ മനസമാധാനമുണ്ടാകും. അവരുടെ സംസാരത്തിൽ അത് പ്രകടമായിരിക്കും, അവരുടെ വാക്കുകളിൽ അത് പ്രകടമായിരിക്കും. അതുകൊണ്ട് തഹജ്ജുദ് പതിവാക്കിയാൽ വലിയ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഈമാനിൻ്റെ പ്രകാശമുള്ളവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് തോന്നും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഖുർബും മിനല്ലാഹി തആല. അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണവർ. അള്ളാഹുവിനോടുള്ളൊരു അടുപ്പം അവർക്ക് കിട്ടും, അല്ലേ? അള്ളാഹു അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാകും. പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് കൊടും തണുപ്പുള്ള രാത്രി അവർ നിസ്കരിച്ചു റബ്ബിന് വേണ്ടി തഹജ്ജുദ്. റബ്ബിനോട് സംവദിക്കാൻ അവർ സമയം കണ്ടെത്തി. എല്ലാവരും ഉറങ്ങുന്ന സമയത്തും അവരൊറ്റയ്ക്ക് റബ്ബിൻ്റെ മുമ്പിൽ മുസല്ല വിരിച്ചു സുജൂദ് ചെയ്തവരാണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരു വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടെങ്കിൽ ആ എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ റബ്ബിനോട് ചോദിക്കാൻ ഏറ്റവും ഉത്തമനായ ആള് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്. കാരണം അയാൾ അള്ളാഹിനോട് അടുത്ത ആളാണ്. അയാൾ ഒഴിവു സമയങ്ങളിൽ അള്ളാഹുവുമായി സംവദിക്കുന്ന ആളാണ്. എല്ലാവരും ഉറങ്ങിയപ്പോൾ റബ്ബിനോട് കൂടുതൽ ബന്ധം പുലർത്തിയ ആളാണ്. അതുകൊണ്ട് അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്കാണ് ആദ്യം ഉത്തരം നൽകുക എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തഹജ്ജുദ് പതിവാക്കാൻ നോക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകൾ ഇജാബത്തു ദുആഇ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളാണ്, അല്ലേ? പ്രാർത്ഥനയ്ക്ക് നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉത്തരമില്ല, അല്ലേ? എന്നാൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളാണ്. പല കുടുംബങ്ങളും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്നത് ആ വീട്ടിലൊരു തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയുണ്ടാകും. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകുന്നത് ആ വീട്ടിലൊരു ഉമ്മയുണ്ടാകും. പാതിരാത്രി മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകൾക്ക് വേണ്ടി, മരുമക്കൾക്ക് വേണ്ടി ഇതൊക്കെ ദുആ ഇരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ. ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ആ കുടുംബത്തിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തത്, ആ കുടുംബത്തിലെ മക്കളൊക്കെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നത് പാതിരാത്രി ആ പാവപ്പെട്ട ഉമ്മ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ കൈമലർത്തിയതിൻ്റെ ഫലമാണ്, അല്ലേ? അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ദുആ ഇരക്കുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം കിട്ടാൻ അർഹരുമല്ല എങ്കിൽ ഉത്തരം കിട്ടാൻ അർഹരായ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഈമാനുള്ള തസ്ബീഹ് കയ്യിലും പിടിച്ചു നിൽക്കുന്ന ഉമ്മമാർ, പ്രിയപ്പെട്ട വല്യമ്മമാർ, അവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ ഗുണങ്ങളും. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ നാലാമത്തെ വിഭാഗം സആദത്തും തുമഅനീനത്തും ഫിൽ ഹയാത്തി. ജീവിതത്തിലുള്ള വിജയവും അതുപോലെ തന്നെ ഒരു സമാധാനവുമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് വല്ലാത്തൊരു ആത്മീയമായ സമാധാനമുണ്ടാവും. അവർക്കൊരു ടെൻഷനും ഉണ്ടാവുകയില്ല, അവർക്കൊരു ഡിപ്രഷനും ഉണ്ടാവുകയില്ല. കാരണം അവരുടെ ഹൃദയം ഈമാനിനാൽ പ്രകാശിതമാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് അവർ ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നാളെ എന്ത് സംഭവിക്കും, നാളെ എനിക്ക് രോഗം വന്നാൽ എന്താകും.
നാളെ സാമ്പത്തികമായി തകർന്നു പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ അതിങ്ങനെ ആലോചിച്ച് അത് മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നവരായിരിക്കില്ല. അങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ട് നൽകില്ല. അവരെപ്പോഴും നല്ല ശാന്തമായ മെൻറ്റാലിറ്റി ഉള്ള ആളുകളായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ വിഭാഗം, അഞ്ചാമത്തെ ഗുണം, തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന അഞ്ചാമത്തെ ഗുണം മഗ്ഫിറത്തു ദുനൂബാണ്. പാപങ്ങളൊക്കെ പുറത്തു തരും. കുറേ കാലം തെറ്റ് ചെയ്ത് നടന്ന്, കുറേ കാലം മദ്യപിച്ച് നടന്ന്, കുറേ കാലം അള്ളാഹുവിന് വിരുദ്ധമായ കാര്യങ്ങൾ മുഴുവനും ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സ് മാറി, മനസാന്തരപ്പെട്ടു, അയാൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിച്ചു. അയാൾ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും. വളരെ പെട്ടെന്ന് തന്നെ അയാൾ ചെയ്തു പോയ എല്ലാ മഹാപാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഹജ്ജുദ് പതിവാക്കിയത് കൊണ്ട് അയാൾക്ക് മാപ്പ് നൽകും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പം മഗ്ഫിറത്തു ദുനൂബാണ്, ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. ഇനി ആറാമത്തെ ഗുണം ബറക്കത്തുൻ ഫിർ റിസ്ഖി വൽ വഖ്തി, സമയത്തിലും ഭക്ഷണത്തിലുമുള്ള ബറക്കത്താണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വീട്ടിൽ ഒരാളുണ്ടായാൽ മതി, ആ വീട്ടിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാവും. എപ്പോഴും മാംസം, എപ്പോഴും ഇറച്ചി, എപ്പോഴും നല്ല ബിരിയാണി, എപ്പോഴും നല്ല സന്തോഷമുള്ള സദ്യകളൊക്കെ ഉണ്ടാക്കാനുള്ള വക ആ കുടുംബനാഥൻ്റെ കയ്യിലേക്ക് സമ്പത്തായിട്ട് നൽകും. അങ്ങനെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി നല്ല ഭക്ഷണം കഴിക്കും, നല്ല സൗഹൃദമുണ്ടാകും. ആ വീട്ടിൽ ആവശ്യമുള്ളതൊക്കെ അള്ളാഹു നൽകും. വലിയ ആഡംബരമൊന്നുമല്ലെങ്കിലും ആ വീട്ടുകാർക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ആവശ്യമുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അത് തഹജ്ജുദിന്റെ ബറക്കത്ത് കൊണ്ടാണ്. പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, അവർക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല, അവർക്ക് വലിയ സാമ്പത്തികമായ ഭദ്രതയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കുടുംബം. അവർക്ക് വീടുണ്ടാകും, വാഹനമുണ്ടാകും, അവർ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, ഓരോ ആഘോഷങ്ങളും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാകും. ഒരൊറ്റ കാരണമാണ്, ആ വീട്ടിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മ ഉണ്ടാകും. അതാണ് കാരണം. ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മാക്ക് ലഭിക്കുന്ന ബറക്കത്താണ്, ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ബറക്കത്ത് കൊണ്ടാണ് ആ കുടുംബം ആനന്ദത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതിസന്ധികളെ നേരിടേണ്ടി വരാത്തത് ആ തഹജ്ജുദിൻ്റെ ബറക്കത്താണ്. അതുകൊണ്ട് സമയത്തിലും ബറക്കത്തിലുമുള്ള സമയത്തിലും ഭക്ഷണത്തിലുമുള്ള ബറക്കത്താണ്. സമയത്തിലുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സമയം കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും, അല്ലേ? സാധാരണക്കാർ 10 ഖത്തം ഓതുന്ന സമയത്ത് അവർ 20 ഖത്തം ഓതും. 100 ദിക്ർ ചൊല്ലുന്ന സമയത്ത് ബറക്കത്തുള്ള ആളുകൾ 200 ദിക്റുകൾ ചൊല്ലും. കാരണം അവരുടെ സമയത്തിൽ ബറക്കത്തുണ്ട് എന്നതാണ്. സമയത്തിൽ ബറക്കത്തുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലമുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. ഇനി ഏഴാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ റിഫഅത്തു ദറജാതി ഫിൽ ജന്ന. റിഫഅത്തു ദറജാതി ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള ഉയർന്ന സ്ഥാനമാണ്. സ്വർഗത്തിൽ പല സ്ഥാനങ്ങളുണ്ട്. മഹാന്മാരുടെ, അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, ആരിഫീങ്ങളുടെ, താബിഈങ്ങളുടെ, അങ്ങനെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ സ്ഥാനമാണ്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ സ്വർഗത്തിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനമേ കിട്ടുള്ളൂ, സ്വർഗത്തിലെത്തിയാൽ തന്നെ. എന്നാൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ദറജത്തുൻ ഉൽയ, ഉന്നതമായ പദവിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളാണ്, പക്ഷെ തഹജ്ജുദ് നിസ്കരിക്കലില്ലെങ്കിൽ ഈ മനുഷ്യൻ അങ്ങനെ കൂടുതൽ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാറില്ല, പക്ഷെ തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കാറുണ്ട്. നാളെ സ്വർഗത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ അല്ലെങ്കിൽ സഹോദരി തഹജ്ജുദ് നിസ്കരിച്ച കാരണത്താൽ മഹാന്മാരുടെ ഉയർന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഖുവ്വത്തുൽ ഈമാനാണ്. ഈമാനിൻ്റെ ശക്തമായ ഈമാൻ, വളരെ തീവ്രമായ ഈമാൻ. തീവ്രമായ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ തോന്നണമെങ്കിൽ ഈമാൻ വേണ്ടേ? തീവ്രത വേണ്ടേ? ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരം വേഗിപ്പിക്കണം തോന്നാതിരിക്കണമെങ്കിൽ മനസ്സിൽ ഈമാൻ വേണ്ടേ? അപ്പോൾ നല്ല ഈമാനുള്ള ആളുകൾ ദിക്റും സ്വലാത്തും കേട്ടാൽ അത് ചൊല്ലി ഇങ്ങനെ ഇരിക്കും, അറിയാതെ അതിൽ മുഴുകിപ്പോകും. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കും, ഹറാമിലേക്ക് അവർ പോവുകയില്ല. എങ്ങനെ കിട്ടിയതാണ് ഈ സ്വഭാവം? അത് തഹജ്ജുദിൽ നിന്ന് കിട്ടിയതാണ്. ഖുവ്വത്തുൽ ഈമാൻ. ഈമാൻ ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെ അതിങ്ങനെ ശക്തിയായി പർവ്വത സമാനമായി ഈമാനായിട്ട് അവരുടെ മനസ്സിലിങ്ങനെ നിൽക്കും. ഒരു പ്രതിസന്ധിക്കും അവരെ വേട്ടയാടാൻ കഴിയില്ല, ഒരാൾക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എത്ര വലിയ തിരക്കിനിടയിലും അവർ നിസ്കരിക്കാനുള്ള സമയം കണ്ടെത്തും. എത്ര വലിയ ആഘോഷങ്ങൾക്കിടയിലും ദീന് മറന്നിട്ടുള്ള ഒരു പരിപാടിക്കും അവരെ കിട്ടൂല. എന്താ കാരണം? തഹജ്ജുദിൻ്റെ പവറാണ്. തഹജ്ജുദ് അവർക്ക് നൽകുന്ന ഈമാനിയായ ശക്തിയാണ്. ഇനി ഒമ്പതാമത്തത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ആഗ്രഹിക്കാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മരണം നൽകട്ടെ.
തഹജ്ജുദ് കൃത്യമായി ഡെയിലി നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ മരണം കലിമ ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഹബീബായ മുത്തുനബിയെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാവും. ഏതെങ്കിലും റമളാൻ മാസത്തിലോ വെള്ളിയാഴ്ച രാവിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്ന് ഉറപ്പ് നൽകുന്ന ഏതെങ്കിലും ബറക്കത്തുള്ള നല്ല സമയത്തായിരിക്കും അവരുടെ മരണം. അതാണ് ഹുസ്നുൽ ഖാത്തിമ. നല്ല മരണം കിട്ടും. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചിങ്ങനെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയിട്ട് കണ്ണടക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മ പോവുകയാണ് അല്ലെങ്കിൽ വാപ്പ പോവുകയാണ്, നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കണം, നാളെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം, അസ്സലാമു അലൈക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ തഹജ്ജുദ് പതിവാക്കിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഹുസ്നുൽ ഖാത്തിമ നൽകും. ആ ഒരു വല്ലാത്ത, നമ്മളൊക്കെ മരണത്തിൻ്റെ ആ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. ആർത്ത് വിളിച്ച് അട്ടഹസിച്ച് മരിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരോടും സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് വാപ്പ പോവുകയാണ് മക്കളെ, ഉമ്മ പോവുകയാണ് മക്കളെ എന്ന് പറയാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. 10ാമത്തെ ഗുണം മഹബ്ബത്തുല്ലാഹി വൽ ഇബാദ. അള്ളാഹുവിനോടും ആരാധനകളോടുമുള്ള ഇഷ്ടമാണ്. അള്ളാഹിൻ്റെ ഇഷ്ടമല്ലേ നമുക്ക് വേണ്ടത്? അള്ളാഹിൻ്റെ ഇഷ്ടമല്ലേ വേണ്ടത്? കോടാനുകോടി ജനങ്ങൾക്കിടയിൽ റബ്ബിന് നമ്മളോട് മാത്രം ഒരു പ്രത്യേക സ്നേഹം തഹജ്ജുദ് നിസ്കരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണമാണ്. മറ്റൊന്ന് വൽ ഇബാദ, ആരാധനകളോടുള്ള ഇഷ്ടം. നിസ്കരിക്കാനൊരു വല്ലാത്ത താല്പര്യം, ഖുർആൻ ഓതാനൊരു ഇഷ്ടം, ദിക്റുകൾ എത്ര ചൊല്ലിയാലും മടുപ്പ് വരാതെ, എത്ര പ്രാർത്ഥനകൾ നടത്തിയാലും എത്ര ദാനധർമ്മങ്ങൾ നടത്തിയാലും ഒരു മടുപ്പും വരാതെ അതൊക്കെ വീണ്ടും വീണ്ടും നിസ്കരിക്കണം, വീണ്ടും വീണ്ടും ഇബാദത്ത് ചെയ്യണം, വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യണം, പിന്നെയും പിന്നെയും റബ്ബിലേക്ക് അടുക്കണം. ആരാധനകൾ എത്ര ചെയ്താലും മടുപ്പ് വരാത്ത, മടി വരാത്ത ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ആ തഹജ്ജുദ് നിസ്കാരം എല്ലാ ദിവസവും മരണം വരെ മുടങ്ങാതെ നിലനിർത്താൻ അള്ളാഹു അങ്ങനെ ഒരു ശീലം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യം നൽകട്ടെ, മനസ്സ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.